ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. സോ നമ്മൾക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. എന്റെ പേര് സബിത വി മജീദ്. നിങ്ങൾക്ക് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂള് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും റെഡിയാണ്. എല്ലാവരും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും സെഷൻസ് ഒക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ തയ്യാറായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂൾ ആണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, PYQ ചെയ്യുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ മാരത്തോൺ നടത്തിയപ്പോൾ അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. കുറച്ച് പേർക്കൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂളിനെ പറ്റിയിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരായിരിക്കും. അങ്ങനെ ഇല്ലാത്തവരുണ്ടാകും. സോ നമ്മൾ എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത്, ഈ മൊഡ്യൂൾ എന്തുകൊണ്ടാണ് നമ്മുടെ നെറ്റ് എക്സാമിനേഷന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതൊക്കെ നമ്മൾക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണത്? എന്തിനായിരിക്കും നെറ്റ് എക്സാമിനേഷന്റെ സിലബസിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക? ഓക്കെ, നിങ്ങളുടെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്ലൈ, നിങ്ങളുടെ മറുപടികള് ഞാൻ ചാറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്കൊരു ഡിസ്കഷൻ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷനിലൂടെ നമ്മൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂളിനെ കൊണ്ടുപോവാം. അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ ഒരു 1 വേ കമ്മ്യൂണിക്കേഷനിലൂടെ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. സോ ഞാൻ എന്ത് ചോദിക്കുമ്പോഴും നമ്മുടെ ക്ലാസ്സിലുടനീളം നിങ്ങളുടെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചാറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ചാപ്റ്ററിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറച്ച് പേര് പറയുന്നുണ്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ടീച്ചിങ് സ്കിൽ, ടു ബിക്കം എ ഗുഡ് ടീച്ചർ, ടു ലേണിംഗ് ഹൗ ടു ടീച്ചിങ് മെത്തഡോളജീസിനെ കുറിച്ചിട്ട് പഠിക്കാൻ, ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കാൻ. അതെ, ഒരു അധ്യാപന അഭിരുചി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നിങ്ങൾ എല്ലാവരും ഇപ്പോ ഈ സമയത്ത് 7 മണി എന്ന് പറയുന്ന സമയത്ത് ലൈവ് അറ്റൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എന്നിട്ട് എന്തിനാ ഇത് ക്രാക്ക് ചെയ്യുന്നത്? എന്തിനാ? നമ്മളുടെ ഒക്കെ ആഗ്രഹം ഒരു നല്ലൊരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യണം, ഇതൊക്കെയാണല്ലേ. അതായത് എങ്ങനെ ഒരു നല്ല ടീച്ചർ ആകാം, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നല്ല ടീച്ചർക്ക് വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, എങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്ലാസ്സിനെ ഇന്ററാക്റ്റീവ് ആക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടീച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മൊഡ്യൂളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ആവാൻ പോകുന്ന നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് എക്സാമിനേഷൻ സിലബസിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂൾ ഉൾപ്പെടുത്താൻ കാരണം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊഡ്യൂളിലേക്ക് നമ്മളുടെ കോണ്ടന്റിലേക്ക് പോകുന്നതിന് മുൻപ് അതിന്റെ സിലബസ് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മൊത്തമായൊരു സിലബസിനെ 6 സബ് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 സബ് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് സബ് ടോപ്പിക് ആണ് ടീച്ചിങ്. നമ്മൾ ഏതൊരു മൊഡ്യൂൾ പഠിക്കുമ്പോഴും അതിന്റെ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ ആയിരിക്കും അല്ലെ. അതായത് എന്താണ് ടീച്ചിങ്, ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അത്തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ടറി ആസ്പെക്ട് ആണ് ആദ്യത്തെ സബ് ടോപ്പിക്കിൽ വരുന്നത്. ഇതൊക്കെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. എന്താണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്? സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മളുടെ ഒപ്പീനിയൻസ്, നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ പെർസ്പെക്റ്റീവ്സിലൂടെയൊക്കെ നമ്മൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ദെൻ ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഏതൊക്കെ രീതിയിലൂടെ ടീച്ചിങ് നടക്കുന്നുണ്ട്, ടീച്ചിങ്
ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ലെവലുകൾ എന്തൊക്കെയാണ്? മെമ്മറി ലെവലിൽ നമ്മൾക്ക് പഠിക്കാനുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾക്ക് പഠിക്കാനുണ്ട്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ടീച്ചിങ്ങിന്റെ 3 വ്യത്യസ്തമായിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത സബ് ടോപ്പിക് ആണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ആരാണ് ലേണേഴ്സ്? ടീച്ചറും ഉണ്ട്, ലേണറും ഉണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ്. ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ലേൺ ചെയ്യുന്നത്, ആരാണോ പഠിക്കുന്നത്, അയാളാണ് ലേണർ എന്ന് പറയുന്നത്. അപ്പൊ ആസ് എ ടീച്ചർ ഈ ലേണേഴ്സിന്, പഠിക്കുന്ന ആൾക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ലേണേഴ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അഡോളസൻ ലേണറും ഉണ്ട്, അഡൽട്ട് ലേണറും ഉണ്ട്. അഡോളസൻ ലേണർ എന്ന് പറഞ്ഞാൽ കൗമാരക്കാരായിട്ടുള്ള ആ ഒരു പ്രായത്തിലുള്ള ലേണേഴ്സ് ആണ്. ദെൻ അഡൽട്ട് ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്ന ലേണേഴ്സ് ആണ്, കുറച്ചും കൂടി മുതിർന്ന ലേണേഴ്സ്, അതായത് നമ്മളെ പോലെ ഉള്ള ലേണേഴ്സ് ആണ് അഡൽട്ട് ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ അഡോളസൻ ലേണേഴ്സിന്റെയും അഡൽട്ട് ലേണേഴ്സിന്റെയും ഈ രണ്ട് ടൈപ്സ് ഓഫ് ലേണേഴ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറയട്ടോ. ഓക്കെ, സോ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഈ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഈ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് 4 ഡൊമൈൻസിലായിട്ടാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അക്കാഡമിക് ഡൊമൈൻ, സോഷ്യൽ ഡൊമൈൻ, ഇമോഷണൽ ഡൊമൈൻ ആൻഡ് കോഗ്നിറ്റീവ് ഡൊമൈൻ. ഈ 4 ഡൊമൈനിലും ഈ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ലേണേഴ്സിനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഒരു സെക്കൻഡ് സബ് ടോപ്പിക്കിൽ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പോ നമ്മളുടെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ 154 പേരുണ്ട്. നിങ്ങൾ 154 പേരുണ്ട്. ഈ 154 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. പല രീതിയിൽ ഡിഫറൻസ് കാണിക്കുന്നവരാണ്. ഇന്റലിജൻസിന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ 154 പേർക്കും 154 തരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കുള്ളൂ. പേഴ്സണാലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലർക്കും പല രീതിയിലുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കുള്ളൂ. പലരും പല രീതിയിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കുള്ളൂ. പലരും പല രീതിയിലുള്ള സോഷ്യൽ കൺസ്ട്രക്റ്റിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കുള്ളൂ. സോ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഡിഫറൻസ് ഓരോരുത്തരിലും ഉണ്ടാകും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻസസ് കാണിക്കുന്നത്, ആ ഡിഫറൻസിന്റെ കാരണം എന്തൊക്കെയാകാം എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലിരിക്കുന്ന കുട്ടി ഒരു പെർട്ടിക്കുലർ സ്വഭാവം കാണിക്കുവാണെങ്കിൽ ആ സ്വഭാവത്തിന് കാരണം ഇന്ന റീസൺ ആകാം, ആ വ്യക്തിയിലുള്ള ഇന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ടാകാം ഈ രീതിയിൽ ആ കുട്ടി പെരുമാറുന്നത് എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് രണ്ടാമത്തെ ഡൊമൈനിൽ, രണ്ടാമത്തെ സബ് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ദെൻ കമ്മിങ് ടു ദ തേർഡ് സബ് ടോപ്പിക്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് അതായത് എന്താ? ടീച്ചിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് നമ്മൾക്ക് ഒറ്റ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, 3 ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് ഒരു ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ടീച്ചറിന്റെ ഭാഗത്ത് നിന്നുള്ള റീസൺസ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാകാം, ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ലേണേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാകാം, അതുപോലെ തന്നെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റ്, സ്കൂൾ ആയിക്കോട്ടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ആ പഠനം നടക്കുന്ന ആ ഒരു എൻവയോൺമെന്റിലുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആ ഒരു ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൂന്നാമത്തെ സബ് ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ദെൻ കമ്മിങ് ടു ഫോർത്ത് സബ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ആ ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ്, ടീച്ചിങ്ങിനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ഉണ്ട്, ലേണേഴ്സ് സെന്റേർഡ് മെത്തേഡ് ഉണ്ട്. എന്താണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്, എന്താണ് ലേണേഴ്സ് സെന്റേർഡ് മെത്തേഡ്, എന്താണ് ഓഫ്ലൈൻ ടീച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ടാവാം അല്ലെ. അതായത് ലെക്ചർ മെത്തേഡ് എന്താണ്, ഡിസ്കഷൻ മെത്തേഡ് എന്താണ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ടീം ടീച്ചിങ്.
ഇങ്ങനെ ഓരോരോ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഉണ്ട് കേട്ടോ. ഓരോരോ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചിട്ടും അത് ഏതൊക്കെ സമയത്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ യൂസ് ചെയ്യുക എന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തില് ഹയർ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ മെത്തേഡ്സ് ആയിട്ടുള്ള സ്വയം പ്രഭ, മൂക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസും നമ്മൾ ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഫോർത്ത് സബ് ടോപ്പിക്കിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. അതായത് ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചുറ്റുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് ആണ് കേട്ടോ. നമ്മൾക്ക് ട്രഡീഷണൽ ടീച്ചിങ് ഉണ്ട്, മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് ഉണ്ട്. ട്രഡീഷണൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ ടീച്ചർ ടെക്സ്റ്റ് ബുക്കും ചോക്കും ബ്ലാക്ക് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു ടീച്ചിങ് സമ്പ്രദായമാണ് ട്രഡീഷണൽ ടീച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. Then what is modern and ICT based teaching system? ഇന്നത്തെ കാലത്തൊക്കെ നടക്കുന്ന ICT റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിനെയാണ് മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിലൂടെ ക്ലാസ് എടുക്കുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ടീച്ചിങ്ങിനും ലേണിങ്ങിനും സഹായിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഓൺലൈൻ ടൂൾസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. പല രീതിയിലുള്ള പേരുകളില് പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ഓൺലൈൻ ടൂൾസിനെ പറ്റിയിട്ട് നമ്മൾ പരിചയപ്പെടുന്നതും പഠിക്കുന്നതും ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ദെൻ നമ്മുടെ സിലബസിലെ ലാസ്റ്റ് പോർഷൻ ആണ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന പോർഷൻ. എന്താണ് ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്കറിയാം, ടീച്ചിങ് നടന്നു, കുട്ടി പഠിച്ചു കഴിഞ്ഞു, ലേണിംഗും നടന്നു. ഇനി ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എത്രത്തോളം നന്നായിട്ട് കുട്ടി ലേൺ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നന്നായിട്ട് കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, കോംപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇവാലുവേഷൻ സിസ്റ്റം. കുട്ടി എത്രത്തോളം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ടീച്ചർ പഠിപ്പിച്ച രീതി ശരിയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സിസ്റ്റമാണ് ഇവാലുവേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോ ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആണ്, അതായത് വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത ടൈപ്പിൽ വരുന്ന ഇവാലുവേഷൻസ് ഉണ്ട്. കേവലം ഒരു എക്സാമിനേഷൻ മാത്രമല്ല ഇവാലുവേഷൻ എന്ന് പറയുന്നത്, അതൊരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ്. അതുകൂടാതെ വ്യത്യസ്ത രീതിയിലുള്ള പേർപ്പസിന് വേണ്ടിയിട്ട്, വ്യത്യസ്ത രീതിയിലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇവാലുവേഷൻസ് ഉണ്ട്. അത് ഓരോ പേരിലായിട്ട് ഓരോ പേർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് പഠിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ദെൻ ഇവാലുവേഷനില് എലമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവാലുവേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ എലമെന്റ്സ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ദെൻ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്, നമ്മൾക്കൊക്കെ അറിയാം അല്ലെ. CBCS നമ്മളെല്ലാവരും PG ചെയ്തത് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തതൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. അപ്പൊ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ വരുന്ന നൂതനമായിട്ടുള്ള കാര്യങ്ങൾ, നൂതനമായിട്ടുള്ള ഇന്നോവേഷൻസും ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അതായത് NTF നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ടീച്ചിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം. ഇനി നമ്മൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ PYQ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സിലബസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണോ ക്വസ്റ്റ്യൻസ് വരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കേട്ടോ.
അതായത് ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ ഒരു സിലബസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ എക്സാം നടക്കുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പൊ തൊട്ട് മുന്നേ നടന്നത് OMR രീതിയിലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നടക്കാൻ പോകുന്നതും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ട് എക്സാമിനേഷൻ നടക്കും. വ്യത്യസ്ത സബ്ജക്റ്റുകൾ ഉണ്ട്. വ്യത്യസ്ത സബ്ജക്റ്റുകൾക്ക് പല വ്യത്യസ്ത രീതിയിലുള്ള പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ പല ഷിഫ്റ്റുകളിലായിട്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിലബസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ലേണിംഗ് തിയറീസ് പോലെയുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് പോലെയുള്ള വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ കുറച്ച് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഈ ഒരു സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു സിലബസിലുള്ള കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ലേണിംഗ് തിയറീസും കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, അങ്ങനെ മൊത്തം നമ്മൾ ഈ സിലബസ് മാത്രമല്ല നമ്മൾ കവർ ചെയ്യുന്നത്. PYQ അനലൈസ് ചെയ്തിട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള ടീച്ചിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾക്ക് കടക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും ഓക്കെ ആണ്, പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ആദ്യത്തെ ടോപ്പിക് ആണ് ടീച്ചിങ്. അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എങ്ങനെയാണ്, എന്താണ് അതിൽ പറയുന്നത് എന്നൊക്കെ നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾക്ക് നമ്മളുടെ സെഷൻ ഒരു ഇന്ററാക്റ്റീവ് പാർട്ടിസിപ്പേറ്ററി സെഷൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് മാക്സിമം നിങ്ങൾ ചാറ്റ് ബോക്സിലൂടെ നൽകാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എന്താണ് ടീച്ചിങ്? ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ടീച്ചിങ് എന്നുള്ളത് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിലൂടെ പറയൂട്ടോ. തെറ്റിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ, പൊട്ട തെറ്റായിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്, നോളജ് ഷെയർ ചെയ്യാണ്. ഓക്കെ, ടു ഷെയർ നോളജ്, ഷെയറിംഗ് നോളജ്, ഷെയറിംഗ് ഓഫ് അക്വയർഡ് നോളജ്, ടു എക്സ്പ്രസ് നോളജ്. ഫുള്ള് നോളജ് ഷെയർ തന്നെയാണോ? ടു മേക്ക് എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് സംതിങ്, ഷെയറിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡന്റ്. ഓക്കെ, ഇറ്റ്സ് എ സർവീസ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്ലിഫ്റ്റിംഗ് ചിൽഡ്രൻസ് സ്കിൽ, കുട്ടികളുടെ സ്കിൽസ് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോളജ് ഇമ്പാർട്ട് ചെയ്യുക, സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുക, വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക, പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക, ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ടീച്ചിങ്? വാട്ട് ഈസ് ടീച്ചിങ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ആക്ച്വലി ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രൈമർലി കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷെ വെറുതെ ഇങ്ങനെ ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ മതിയോ? വെറുതെ ഇങ്ങനെ കുട്ടികളിലേക്ക് ജസ്റ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടീച്ചിങ് ആവില്ല. ടീച്ചർ ഷെയർ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് കുട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു നോളജ് ഷെയർ ചെയ്താൽ മാത്രം പോരാ. ടീച്ചർ ഷെയർ ചെയ്യുന്ന, ടീച്ചർ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് കുട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റം, അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിൽ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ടീച്ചിങ് നടന്നുള്ളൂ, അല്ലെങ്കിൽ കുട്ടി ലേൺ ചെയ്തു എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഒരു അൾട്ടിമേറ്റ് എയിം ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡന്റ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. എന്ത് രീതിയിലുള്ള ചേഞ്ചും ആവാട്ടോ.
അതായത് കുട്ടി മനസ്സിലാക്കുന്ന കാര്യം ആയിക്കോട്ടെ, ഒരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, കുട്ടി അത് മനസ്സിലാക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ചേഞ്ച് ആണ് അല്ലെ? മുൻപുണ്ടായിരുന്ന ഒരു കുട്ടിയല്ല അവിടെ, പുതിയൊരു കാര്യം കുട്ടി മനസ്സിലാക്കി, അവിടെ ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത് അല്ലെ? നോളജ് അക്വയർ ചെയ്യുന്നു കുട്ടി, നോളജ് അക്വിസിഷൻ നടത്തുന്നു അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യുന്നു, പുതിയൊരു നോളജ് ആണ് അക്വയർ ചെയ്യുന്നത്. മുൻപുണ്ടായിരുന്ന ഒരു കുട്ടിയല്ല അപ്പോ അല്ലെ, പുതിയൊരു കാര്യം അറിയാവുന്ന ഒരു കുട്ടിയാണ്. അവിടെ കുട്ടിയിൽ ഒരു ചേഞ്ച് വന്നു, കുട്ടിക്ക് എന്തെങ്കിലും വാല്യൂസ് കിട്ടുന്നതായിക്കോട്ടെ, അവിടെ പുതിയൊരു കാര്യം വന്നു അല്ലെ കുട്ടിയിൽ, അതായത് ഒരു ചേഞ്ച് വന്നു. കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്ന രീതിയിലായിക്കോട്ടെ ടീച്ചറിന്റെ ടീച്ചിങ്, അവിടെ എന്താ വരുന്നത്? ഒരു ചേഞ്ച് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചിങ് നടന്നു എന്ന് നമ്മൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ, അവിടെ കുട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിൽ ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ ഒരു ടീച്ചിങ് നടന്നു, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കിട്ടിയോ? ആ ഒരു പോയിന്റ് കിട്ടിയോ? അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് ഇൻഫോർമേഷൻസ് കുട്ടിക്ക് കൊടുത്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോളജ് അക്വയർ ചെയ്താൽ മാത്രം പോരാ. കുട്ടി അക്വയർ ചെയ്യുന്ന ആ ഒരു നോളജ് കൊണ്ട് കുട്ടിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിൽ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അവിടെ ടീച്ചിങ് നടന്നു എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ പറഞ്ഞ എല്ലാ ഡെഫിനിഷൻസും ടീച്ചിങ് തന്നെയാണ്, പക്ഷെ ടീച്ചിങ്ങിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡന്റ് എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ആ ഒരു പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു? നമ്മൾക്കറിയാം, ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ അതിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ടേം ആണ് ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ആളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ആളാണ് ലേണർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ടീച്ചറും ലേണിങ്ങും, അല്ലെങ്കിൽ ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിൽ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? ഇവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾക്കറിയാം, പക്ഷെ ഏതൊരു രീതിയിലാണ് അവര് തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത്? അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നെറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കി വെക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഇവര് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. അതായത് നമ്മൾക്കറിയാം, എല്ലാ തരത്തിലുള്ള ടീച്ചിങ്ങും, എന്ത് തരത്തിലുള്ള ടീച്ചിങ് ആയിക്കോട്ടെ, ഏതൊരു ടീച്ചർ പഠിപ്പിച്ചാലും, എന്ത് രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്താണ്? അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലേണിംഗ് ആണല്ലേ? എങ്ങനെയെങ്കിലും കുട്ടിയെ കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ കാര്യം ലേൺ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എല്ലാ ടീച്ചിങ്ങിന്റെയും ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എല്ലാ ടീച്ചിങ്ങും എയിം ചെയ്യുന്നത്, എല്ലാ ടീച്ചിങ്ങിന്റെയും ഫോക്കസ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. പക്ഷേ നമുക്ക് നേരെ തിരിച്ചു പറയാൻ പറ്റോ? അതായത് എല്ലാ ലേണിംഗും ടീച്ചിങ്ങിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ ഇല്ലയോ? പറയാൻ പറ്റില്ല അല്ലെ? വേറെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് ലേൺ ചെയ്യാൻ സാധിക്കും? ടീച്ചിങ്ങിലൂടെ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞു നോക്കൂ. ഓക്കെ, നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യും, ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ ലേൺ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്യും, കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കും, കേട്ട് മനസ്സിലാക്കും, സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും, ട്രാവൽ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും അല്ലെ? നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ കുറെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുക്സ് വായിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓരോ സിറ്റുവേഷനും കണ്ട് മനസ്സിലാക്കി, അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. സെൽഫ് ലേൺ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും അല്ലെ? അപ്പോ ഒരുപാട് രീതിയിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ടീച്ചിങ്ങിലൂടെയും കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ടീച്ചിങ്ങിലൂടെ മാത്രമല്ല നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് എല്ലാ ടീച്ചിങ്ങും ലേണിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ ടീച്ചിങ്ങും ലേണിങ്ങിലേക്ക് നയിക്കുന്നു, പക്ഷെ എല്ലാ ലേണിങ്ങും നമ്മൾക്ക് ടീച്ചിങ്ങിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം, ഇത് തമ്മിലുള്ള ഒരു ബന്ധം ഇങ്ങനെയൊന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. അടുത്തതാണ് മീനിങ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് മീനിങ് ഓഫ് ടീച്ചിങ്. ഏകദേശം കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് പറയുന്നത് തന്നെയാണ് കേട്ടോ മീനിങ് ഓഫ് ടീച്ചിങ്ങിലും വരുന്നത്. ഈ മീനിങ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ആണ്. അതായത് എന്താണ് ടീച്ചിങ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. പല ആളുകളും ഡിഫൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. കുറേ ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അതായത് പല ആളുകളും പല രീതിയിലാണ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഡെഫിനിഷൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്കും ടീച്ചിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ എങ്ങനെ അവർ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഡീവേയുടെ ഡെഫിനിഷൻ നോക്കാം കേട്ടോ. ജോൺ ഡീവേയുടെ ഡെഫിനിഷൻ നമ്മൾക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കാം. അക്കോർഡിംഗ് ടു ജോൺ ഡീവേ, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ടീച്ചറിന് വലിയ റോളൊന്നുമില്ല. ഓക്കെ, ഒരാൾക്ക് ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് അയാൾ തന്നെ സ്വന്തം ഇനീഷ്യേഷൻ എടുത്തിട്ട് ആ ഒരു കാര്യം പഠിക്കുക. അല്ലാതെ മറ്റൊരാൾ പഠിപ്പിച്ചു തന്നിട്ടൊന്നും വേണ്ട അയാൾക്ക് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചറിന്റെ റോളിനെ വളരെയധികം ഡിഎംഫസൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ടീച്ചിങ് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജോൺ ഡീവേ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഒരാൾക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ അയാൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അയാൾ തന്നെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യണം. അല്ലാതെ അവിടെ ടീച്ചറിന്റെ ആവശ്യമൊന്നുമില്ല, ടീച്ചറിന് യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളതാണ് ജോൺ ഡീവേ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അക്കോർഡിംഗ് ടു ജോൺ ഡീവേ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് ജോൺ ഡീവേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തതാണ് HC മോറിസന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഈ HC മോറിസന്റെ പേര് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇനി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ടോ. HC മോറിസന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ കേൾക്കും. അപ്പൊ ഓർത്ത് വെക്കിയ ഈ ഒരു പേര് HC മോറിസൺ എങ്ങനെയാണ് ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അക്കോർഡിംഗ് ടു HC മോറിസൺ, teaching is intimate contact between the more mature personality and a less mature one. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അതായത് ഒരു മോർ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളും ലെസ് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളും തമ്മിൽ ഒരു ഇന്റിമേറ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് ടീച്ചിങ് നടക്കുന്നത് എന്നുള്ളതാണ് HC മോറിസൺ പറയുന്നത്. അതായത് നല്ല പക്വതയുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയും അതിനേക്കാൾ പക്വത കുറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് കോണ്ടാക്റ്റിനെയാണ്, അങ്ങനെ ഇന്റിമേറ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് ടീച്ചിങ് നടക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല കേട്ടോ ഇത്. കാരണം നമ്മൾക്കറിയാം, കേവലം ഒരു പക്വതയുടെ അടിസ്ഥാനത്തിൽ ഒരു മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ടീച്ചിങ് ലേണിങ്ങിനൊന്നും ഡിഫൈൻ ചെയ്യല് അത്രത്തോളം റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം അല്ലെ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ എപ്പോഴും നമ്മളെക്കാൾ പക്വതയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലിരിക്കുന്ന സ്റ്റുഡന്റ് നമ്മളെക്കാൾ പക്വത കുറഞ്ഞവരായിരിക്കണം എന്നൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ഒരു മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പക്വതയുടെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് ലേണിങ്ങിനെ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് അത്ര ഒരു സുഖമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ HC മോറിസന്റെ ഈ ഒരു ഡെഫിനിഷന് അത്രത്തോളം ഒരു കയ്യടിയൊന്നും കിട്ടാത്ത ഒരു ഡെഫിനിഷൻ ആണ്. എന്നിരുന്നാൽ പോലും HC മോറിസൺ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ്: ടീച്ചിങ് ഈസ് ഇന്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ മോർ മെച്ചുവർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്ചുവർ വൺ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? HC മോറിസൺ ആണോ, ജാക്സൺ ആണോ, ഡീവേ ആണോ? ഇതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോ മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് ലേണിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ് മോറിസൺ എന്നുള്ള ആ ഒരു തീം മാത്രം, ആ ഒരു കീ പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. ആ ഒരു ഡെഫിനിഷൻ കംപ്ലീറ്റ് വേർഡ് ബൈ വേർഡ് കാണാതെ പഠിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല. ഓക്കെ, ദെൻ അടുത്തതാണ് ജാക്സൺ.
ജാക്സൺ എന്താണ് ടീച്ചിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്? ജാക്സന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള എല്ലാവരും ഓക്കെ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ എന്താണോ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞത് അത് തന്നെയാണ് ജാക്സണും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ജാക്സന്റെ ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ടീച്ചിങ് ഇസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടേഴ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്, one of whom teacher intends to affect certain changes in the other participants, that is students. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ, ഓക്കെ, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരുമ്പോഴാണ്, ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരുമ്പോഴാണ് ടീച്ചിങ് നടക്കുക. ഇനി ഈ രണ്ട് ആളുകളിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകളിൽ ഒരാൾ ആരായിരിക്കണം? ടീച്ചർ ആയിരിക്കണം. ഓക്കെ, മറ്റേ ആള് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ആരായിരിക്കണം? സ്റ്റുഡൻസ് ആയിരിക്കണം. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? ഈ ടീച്ചർ സ്റ്റുഡൻസിൽ കുറച്ച് ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതന്നെയാണല്ലോ അല്ലെ നമ്മൾ പറഞ്ഞത്, കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്ങിൽ ഈ ഒരു ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ജാക്സൺ, ടീച്ചിങ് എന്ന് പറയുന്നത് രണ്ട് ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒരാൾ ടീച്ചർ ആയിരിക്കും, മറ്റൊരാൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് ആയിരിക്കും. ഈ ടീച്ചർ സ്റ്റുഡന്റ് ഗ്രൂപ്പിൽ, ആ ഒരു അപ്പുറത്തുള്ള ഗ്രൂപ്പിൽ സർട്ടൈൻ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടീച്ചിങ് എന്നുള്ളത് ജാക്സൺ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ഓക്കെ ആണോ? കിട്ടിയോ? ജാക്സൺ എന്താ പറഞ്ഞത്, മോറിസൺ എന്താ പറഞ്ഞത്, ഡീവേ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഈ ഒരു കീ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ. ഇപ്പൊ ഡീവേനെ പറ്റി പറയുവാണെങ്കിൽ ആ ഒരു തീം മാത്രം നിങ്ങൾ ഓർത്തു വെക്കാം. ഡീവേനെ പറ്റി പറയുവാണെങ്കിൽ ടീച്ചറിന്റെ റോളിനെ ഡിഎംഫസൈസ് ചെയ്ത് കളഞ്ഞ വ്യക്തിയാണ് ഡീവേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലേണിംഗ് നടക്കാൻ, ഒരു പഠനം നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വരണം, അവിടെ ടീച്ചറിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഡീവേ. മോറിസനെ പറ്റി പറയുവാണെങ്കിൽ മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ്. അതായത് ഹൈ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയും ലെസ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിൽ ഇന്റിമേറ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് ടീച്ചിങ് നടക്കാന്നാണ് ആര് പറഞ്ഞത്? മോറിസൺ പറഞ്ഞത്. ജാക്സൺ പറഞ്ഞത് എന്താ? രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരുന്നു, അതിൽ ഒരാള് ടീച്ചറും ഒരാള് സ്റ്റുഡന്റും. ഈ ടീച്ചർ സ്റ്റുഡന്റില് കുറച്ച് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഇതാണ് ജാക്സൺ പറഞ്ഞത്. അപ്പോ മൂന്ന് പേരും പറഞ്ഞ ആ ഒരു തീം മാത്രം മനസ്സിൽ വെക്കുക, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡെഫിനിഷൻസ് ഓഫ് ടീച്ചിങ് ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ടറി ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പോ ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ടീച്ചിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ടീച്ചിങ്ങിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, സവിശേഷത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾക്ക് പഠിക്കാനുള്ളത്. കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ നമ്മൾക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്തേ മതിയാകും. സോ നമ്മൾക്ക് നമ്മളുടെ അടുത്ത ഒരു ഭാഗത്തോട്ട് കടക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതായത് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോ എന്തൊക്കെയായിരിക്കാം ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്? നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ടീച്ചിങ് നടക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഒരു ടീച്ചിങ് കൊണ്ടുള്ളത്? അല്ലെങ്കിൽ ടീച്ചിങ് കൊണ്ട് എയിം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഓക്കെ, വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് പോരട്ടെ കേട്ടോ. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഓക്കെ, ഒരു സോഷ്യൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ടീച്ചിങ്ങിനുണ്ടല്ലേ. നമ്മൾക്ക് ഇങ്ങനെ ഇപ്പൊ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ ഞാൻ 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 4 എണ്ണമാണ്, അല്ലെങ്കിൽ 10 എണ്ണമാണ്, 12 എണ്ണമാണ്, ഇങ്ങനെയൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ടീച്ചിങ്ങിന്. നമ്മൾക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗൈഡ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഓരോ ഗൈഡ്സ് ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ
പല രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾക്ക് കാണാം. പല എണ്ണം ഉണ്ടാകും. ചില ഗൈഡ്സിൽ 10 എണ്ണം ഉണ്ടാകും, ചില ഗൈഡ്സിൽ 5 എണ്ണം ഉണ്ടാകും, ചില ഗൈഡ്സിൽ 7 എണ്ണം ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് ഇത്ര എണ്ണമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. ഇവിടെ ഞാൻ 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതായത് 4 അംബ്രല ടേംസ് ആണ് കേട്ടോ. ഇതിൽ തന്നെയാണ് ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഒബ്ജക്റ്റീവ്സും ഈ 4 എണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ 4 എണ്ണത്തിലല്ലാതെ ഏതെങ്കിലും എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അക്യൂസിഷൻ ഓഫ് നോളജ് ആണ്. എന്താണ് ടീച്ചിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ആൻസർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു എന്താ ഒരു പോയിന്റ് ആണ് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്, അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്, വിവരം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോ ഒരു അൾട്ടിമേറ്റ് എയിം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നോളജ് അക്വയർ ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള ഒരു നോളജ് അക്വയർ ചെയ്യുക എന്ന് തന്നെയാണ് കേട്ടോ. ദെൻ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു നോളജ് അക്വയർ ചെയ്യൽ മാത്രമാണോ? ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ അതിങ്ങനെ കാണാപ്പാടം പഠിച്ചാൽ മതിയോ? ഇല്ല അല്ലെ. നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു നോളജ്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളത് ടീച്ചിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് അല്ലെ. നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതെന്താണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, അത് എനിക്ക് എന്തൊക്കെ അതുകൊണ്ട്, അത് മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എനിക്ക് ഏതൊക്കെ രീതിയിൽ അത് അപ്ലൈ ചെയ്യാം, അങ്ങനെ എല്ലാ രീതിയിലുള്ള ആ ഒരു നോളജിനെ എല്ലാ രീതിയിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ടീച്ചിങ്ങിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും കേട്ടോ. ദെൻ ടീച്ചിങ്ങിന്റെ അടുത്ത ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് കോൺസെപ്ഷ്യൽ, ഇന്റലക്ച്വൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണോ ടീച്ചർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് ടീച്ചർ രാവിലെ തന്നെ ക്ലാസ്സിൽ വരാം, ബെല്ലടിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ വരാം, ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് അത് തന്നെ വായിച്ച് പഠിപ്പിക്കാം, അതൊരു നല്ല ടീച്ചിങ്ങിന്റെ ലക്ഷണമാണോ? അല്ല അല്ലെ. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, വിഷയത്തിന് പുറമേയുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായിട്ടുള്ള, ചിന്താപരമായിട്ടുള്ള, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടീച്ചിങ് ഹെൽപ്പ് ചെയ്യും. കേവലം ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമ്പ്രദായമല്ല, അല്ലെങ്കിൽ ഒരു പ്രോസസ് അല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഒരു കോൺസെപ്ഷ്യൽ സ്കിൽസും ഇന്റലക്ച്വൽ സ്കിൽസും സബ്ജക്റ്റിന് പുറമേയുള്ള സ്കിൽസും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ദെൻ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് വാല്യൂസ് ആണ്. നമ്മൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ്, എന്താണ് ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം, ഏതൊരു രീതിയിൽ നമ്മൾ പെരുമാറണം, എന്ത് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള വ്യത്യസ്ത രീതിയിലുള്ള നല്ല നല്ല വാല്യൂസ് നമ്മൾക്ക് ഉണ്ടാകുന്നത് ടീച്ചിങ്ങിലൂടെയാണ് അല്ലെ. നമ്മൾക്ക് ഒരുപാട് വാല്യൂസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് അക്വിസിഷൻ, ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഡെവലപ്മെന്റ് ഓഫ് കോൺസെപ്ഷ്യൽ, ഇന്റലക്ച്വൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽ. അതായത് കേവലം ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഒരു ടീച്ചർ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ വരുന്നത് അതിന് പുറമേയുള്ള കാര്യങ്ങളും വിഷയവുമായി ബന്ധമുള്ളതും ബന്ധമില്ലാത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഡെവലപ്മെന്റിന് ടീച്ചിങ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് വാല്യൂസ്, വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം, ആ ഒരു ഡെവലപ്മെന്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത് ടീച്ചിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ടീച്ചിങ്ങിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടിന്റെ അടുത്തൊരു ഭാഗമാണ് നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറെക്കുറെ എല്ലാം സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. അതായത് ടീച്ചിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്, ടീച്ചിങ്ങിന് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സോഷ്യൽ പ്രോസസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ.
എന്തുകൊണ്ടാണ് ടീച്ചിങ് ഒരു സോഷ്യൽ പ്രോസസ് ആണെന്ന് പറയുന്നത്? വൈ ടീച്ചിങ് ഇസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടായിരിക്കും ടീച്ചിങ്ങിനെ ഒരു സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, മേക്കിംഗ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്, ഡൈനാമിക് പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റുഡന്റിന് ഒരു ഗുഡ് സോഷ്യൽ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയാണ് കേട്ടോ. അതായത് നമ്മൾക്കറിയാം സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ എങ്ങനെ സൊസൈറ്റിയുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരുപാട് വാല്യൂസ് തരുന്നുണ്ട്. മാത്രല്ല നമ്മളെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തിയെ മാറ്റുക അല്ലെങ്കിൽ ഒരു ബെറ്റർ സിറ്റിസൺ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? എങ്ങനെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ പെരുമാറണം, ഓക്കെ, ഒരു സൊസൈറ്റിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ആളുകളോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം, ഓക്കെ, എന്ത് ആറ്റിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യണം, അങ്ങനെ കംപ്ലീറ്റ് ഒരു ഇന്ററാക്ഷൻ അതിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിലേക്ക് ആരെങ്ങനെ ഇറങ്ങി പോകണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ടീമാണ് അല്ലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ടീച്ചേഴ്സ് ആണ് കുട്ടികളെ മോൾഡ് ചെയ്തെടുത്ത് ഒരാള് ഇന്ന രീതിയിൽ പോണം, ഒരാള് നന്നാവണോ, അയാള് ചീത്തയാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ടീമാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ എങ്ങനെ ഏതൊരു രീതിയിൽ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി പോകണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ടീമാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ, സിറ്റിസനെ വളർത്തിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സും കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചിങ്ങിനെ നമ്മൾക്കൊരു കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ് ആയിട്ട് പറയാം കേട്ടോ. ടീച്ചിങ് ഇസ് ഗിവിംഗ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെ വെറുതെ കൊടുത്താൽ മാത്രം പോരാ, ആ കൊടുക്കുന്ന ഇൻഫർമേഷൻ കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കുട്ടിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലല്ല കുട്ടി ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആസ് എ ടീച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ടീച്ചിങ്ങിന്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷത പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ടീച്ചിങ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ടീച്ചിങ് മസ്റ്റ് ബി ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിലൂടെ ആകരുത്, അതൊരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആകണം. ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കണം. ഓക്കെ, ഒരു ടു വേ പ്രോസസ് ആകണം അത്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ആയിരിക്കണം നടക്കേണ്ടത്. അല്ലെങ്കിൽ ടീച്ചർ മാത്രം ഇങ്ങനെ നിന്നിട്ട് ഒരു ഒറ്റയാൾ പട്ടാളം അല്ലെങ്കിൽ ഒരൊറ്റയാൾ ഭരണത്തോട് കൂടിയിട്ട് ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലൊരു ലേണിംഗ് സാധ്യമാകില്ല. ഓക്കെ, നല്ല രീതിയിൽ ഒരു ലേണിംഗ് സാധ്യമാകണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് പ്രോസസ് ആകണം. ഓക്കെ, തുടരെയുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരങ്ങള്, ഡയലോഗ്സ് ആര് തമ്മിൽ വേണം? ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ വേണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ ടീച്ചിങ് മസ്റ്റ് ബി ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ് എന്നുള്ളത് ടീച്ചിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടീച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപകരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെ ഒരു നല്ല സോഷ്യൽ സിറ്റിസൺ ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് യൂസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ നമ്മൾക്ക് ഒരൊറ്റ പോയിന്റിലോട്ട് കൊണ്ടുവരാം. ടീച്ചിങ് ഇസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. നമ്മൾക്ക് ലേൺ ചെയ്യാനും നമ്മൾക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളിൽ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് സാധ്യമാക്കുന്ന പ്രോസസ്സാണ് ടീച്ചിങ്? കേവലം നമ്മളുടെ ഒരു നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള, നമ്മുടെ ചിന്താപരമായിട്ടുള്ള ആ ഒരു ഡൊമൈനിൽ മാത്രമാണോ ടീച്ചിങ് ഒരു ഡെവലപ്മെന്റ് പോസിബിൾ ആക്കുന്നത്? അല്ല അല്ലെ, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡെവലപ്മെന്റൽ ഡൊമൈനിൽ ടീച്ചിങ് അതിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ സോഷ്യൽ ഡൊമൈൻ എടുത്തോട്ടെ,
അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഡൊമൈൻ എടുത്തോട്ടെ, നമ്മളുടെ ഒരു മൊറാലിറ്റി ഡൊമൈൻ എടുത്തോട്ടെ, നമ്മുടെ ഇമോഷണൽ ഡൊമൈൻ എടുത്തോട്ടെ, കോഗ്നിറ്റീവ് ഡൊമൈൻ എടുത്തോട്ടെ, അങ്ങനെ ഏതൊരു ഡൊമൈൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ ഇമോഷൻസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, ബാക്കിയുള്ളവരോട് എങ്ങനെ നന്നായിട്ട് പെരുമാറണം, എംപതറ്റിക് ആയിട്ട് എങ്ങനെ പെരുമാറാം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നല്ലൊരു പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി വളർച്ചയ്ക്കും നമ്മൾ എങ്ങനെ നമ്മുടെ ചിന്താ വളർച്ചയ്ക്കൊക്കെ, അങ്ങനെ ഓവറോൾ ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്ന, ഓവറോൾ ഡെവലപ്മെന്റൽ ഡൊമൈനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ടീച്ചിങ് കോസസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മളുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ നമ്മുടെ ബിഹേവിയറിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് അവിടെ ഒരു ടീച്ചിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ടീച്ചിങ് ഇസ് എ സ്കിൽഡ് ഒക്യുപ്പേഷൻ. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ഒക്യുപ്പേഷൻ ആണ്. അതായത് നല്ല സ്കില്ല് വേണ്ട, നല്ല പൊട്ടൻഷ്യല് വേണ്ട ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷൻ ആണ്, ഒരു പ്രൊഫഷൻ ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരോടും എന്താവണം, ഭാവിയിൽ എന്താവണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൂടുതൽ പേരും ടീച്ചറായാൽ മതി, ടീച്ചറായാൽ മതി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ കുറച്ച് വലുതായി, കുറച്ചൊക്കെ ബുദ്ധി വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ടീച്ചിങ് എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു പരിപാടി അല്ല എന്നല്ലേ. അതായത് അത്യാവശ്യം സ്കില്ലൊക്കെ വേണ്ട, അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഒക്കെ വേണ്ട, അത്യാവശ്യം പണിയൊക്കെ ഉള്ള ഒരു പ്രൊഫഷൻ ആണ് ടീച്ചിങ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ടീച്ചിങ് ഇസ് എ സ്കിൽഡ് ഒക്യുപ്പേഷൻ. ഓക്കെ, എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ സ്കിൽ ഉണ്ടായിരിക്കണം. ഏതൊരു സിറ്റുവേഷനിൽ ഈ ഒരു ടോപ്പിക്കില് ഏതൊരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിച്ചാലാണ് അത് ആപ്റ്റ് ആവുക, അല്ലെങ്കിൽ ഓരോ കോണ്ടന്റിനും അപ്രോപ്രിയേറ്റ് ആയിട്ട് ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ടീച്ചർക്ക് ഉണ്ടാവണം. വ്യത്യസ്ത രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സ്കില്ല് ടീച്ചർക്ക് ഉണ്ടാവണം. കുട്ടികളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, വളരെയധികം ഒരു വാം ആൻഡ് നർച്ചറിങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ടീച്ചർക്ക് വേണം. അങ്ങനെ ഒരുപാട് സ്കിൽസ് നിറഞ്ഞിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതും ടീച്ചിങ് എന്ന് പറയുന്നതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇനി. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ടീച്ചിങ്ങിന്റെ ആ ഒരു ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റിൽ പറയാനുള്ളത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ആയിരുന്നു. നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, എല്ലാം സെയിം ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എല്ലാം സെയിം ആയിട്ട് നമ്മൾക്ക് തോന്നും കേട്ടോ. എല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഡ്രൈ ടോപ്പിക് കൂടെയാണ് കേട്ടോ. അതായത് ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ടീച്ചിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാലും, ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാലും, ടീച്ചിങ് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് പറയാനുണ്ടാവുക. പക്ഷേ നമ്മൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല രീതിയിലായിരിക്കും വരാം. അപ്പൊ അതുകൊണ്ടാണ് അത് മാത്രമല്ല, നമ്മുടെ സിലബസിൽ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മൾക്ക് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, അപ്പോ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് നമ്മൾ പറഞ്ഞു. നോളജ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോളജ് ഷെയർ ചെയ്താൽ മാത്രം പോരാ, ആ ഷെയർ ചെയ്ത നോളജ് കുട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് അവിടെ നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞത് ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള ടീച്ചിങ്ങും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലേണിങ്ങിനെയാണ് എയിം ചെയ്യുന്നത്, ലേണിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൽ നിന്ന് മാത്രമാണ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല രീതിയിലൂടെ കുട്ടികൾക്ക് ലേൺ ചെയ്യാം. ഒബ്സർവേഷനിലൂടെയും, എക്സ്പീരിയൻസിലൂടെയും, ഇമിറ്റേഷനിലൂടെയും, അതുപോലെ തന്നെ സെൽഫ് ലേണിങ്ങിലൂടെയും, ട്രാവലിങ്ങിലൂടെയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കുട്ടികൾക്ക് ലേൺ ചെയ്യാം. ടീച്ചിങ്ങിലൂടെ മാത്രമല്ല ലേണിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
മീനിങ് ഓഫ് ടീച്ചിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ഡെഫിനിഷൻ, ജോൺ ഡീവയുടെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ മോറിസന്റെ ഡെഫിനിഷൻ, ജാക്സന്റെ ഡെഫിനിഷൻ, ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ജസ്റ്റ് മിനിറ്റ്, ഒന്ന് ചാറ്റ് ഹോസ്റ്റ് ഓൺലി ആക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോ ഹോസ്റ്റ് ഓൺലി ആക്കാം കേട്ടോ. ജസ്റ്റ് മിനിറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ മെസ്സേജസ് ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സോറി. ഓക്കെ, ഞാൻ ഹോസ്റ്റ് ഓൺലി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ മൂന്ന് പേരുടെയും ഡെഫിനിഷനിൽ വരുന്ന മെയിൻ തീം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡിവയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് ഒരു കാര്യം ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി തന്നെ സെൽഫ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരു ടീച്ചറിന്റെ ആവശ്യമൊന്നും ഒരു ലേണിംഗ് പ്രോസസ്സിൽ വേണ്ട. ഒരു ടീച്ചറിന്റെ റോളിനെ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കംപ്ലീറ്റ്ലി ഡിഎംഫസൈസ് ചെയ്തുകൊണ്ടാണ് ഡിവേ ടീച്ചിങ് ലേണിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ മോറിസൺ പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് മോർ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ലെസ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് കോണ്ടാക്ട് ആണ് ടീച്ചിങ്ങിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. ജാക്സൺ പറയുന്നത് രണ്ടാളുകൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരുമ്പോഴാണ് ടീച്ചിങ് നടക്കുന്നത്. അതിൽ ഒരാൾ ടീച്ചറും മറ്റേ ആൾ സ്റ്റുഡന്റും ആയിരിക്കും. ഈ ടീച്ചർ സ്റ്റുഡന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് നോക്കി. നോളജ് അക്വയർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാനും കോൺസെപ്ഷ്യൽ ഇന്റലക്ച്വൽ സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും വാല്യൂസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ടീച്ചിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ പറഞ്ഞത് ടീച്ചിങ് ഒരു കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ടീച്ചിങ് ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ. ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കൊടുക്കലാണെന്ന് പറഞ്ഞു. ടീച്ചിങ് മസ്റ്റ് ബി എൻ ഇന്ററാക്റ്റീവ് പ്രോസസ്, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആവണം. ടീച്ചറും കുട്ടിയും തമ്മിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ടീച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. അതായത് ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ഡൊമൈൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കണം ടീച്ചിങ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ടീച്ചിങ് കോസസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് ടീച്ചിങ് എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ ടീച്ചിങ് ഈസ് എ സ്കിൽഡ് ഒക്യുപ്പേഷൻ ട്ടോ. ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെ സ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ആണെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഓരോ ടോപ്പിക് ഇങ്ങനെ പഠിക്കുമ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കാരണം ഉണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്, പ്രത്യേകിച്ചും ഈ ഒരു ഇൻട്രൊഡക്ടറി ആസ്പെക്ട് ഒക്കെ കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന സെയിം കാര്യം തന്നെയായിരിക്കും ചിലപ്പോ നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ഒരു ഓപ്ഷൻ ആയിട്ട് വരാം. അപ്പോ നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അത് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 പോയിന്റിൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ 6 പോയിന്റിൽ ഒതുങ്ങുന്നതല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പോയിന്റ് നമ്മൾക്ക് കിട്ടും. നിങ്ങൾ പറയുന്ന അതേ പോയിന്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാൻ സാധ്യതയുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഭാഗത്ത് നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് നമ്മളുടെ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ടൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പോ ഈ സബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എഫക്റ്റീവ് ടീച്ചിങ് ഇസ് എ ഫങ്ഷൻ ഓഫ്. അതായത് നല്ല രീതിയിൽ ഒരു ടീച്ചിങ് നടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്.
അത് ടീച്ചേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആണോ, ടീച്ചേഴ്സ് ഓണസ്റ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ആണോ, ടീച്ചേഴ്സ് മേക്കിംഗ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണോ, ടീച്ചേഴ്സ് ലൈക്കിംഗ് ഫോർ പ്രൊഫഷണൽ എക്സലൻസ് എന്നുള്ളതാണോ? നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്തുക കേട്ടോ. തെറ്റായിക്കോട്ടെ, യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഓക്കെ ഓക്കെ, ആൻസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വിചാരിക്കുന്നു. കാരണം എല്ലാവരും ഒരുപോലെ സി എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് മേക്കിംഗ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നല്ല രീതിയിൽ ഒരു ടീച്ചിങ് നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്തിന്റെ ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഒരു ടീച്ചറിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ടീച്ചിങ്ങിന് ഇൻഡിക്കേറ്റ് ചെയ്യില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലെ. അതായത് ഒരു ടീച്ചർ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ഈ ഒരു ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ടീച്ചറിന് കിട്ടുന്ന ആ ഒരു സാലറിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരു പരിധി വരെ അത് ആ ടീച്ചറിന്റെ ടീച്ചിങ്ങിനെ ബാധിക്കും അല്ലെ. അതായത് 20,000 രൂപയ്ക്ക് ജോലി എടുക്കുന്ന ഒരു ടീച്ചർക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 10,000 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ആ ഒരു ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, അത് തീർച്ചയായിട്ടും ആ ടീച്ചറിന്റെ ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ബാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ടീച്ചിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടീച്ചർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് പൂർണ്ണമായിട്ട് അത് തെറ്റെന്നൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ് ഓണസ്റ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്. ടീച്ചർ എത്രത്തോളം ജോലിയോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നു അല്ലെങ്കിൽ ഓണസ്റ്റി കാണിക്കുന്നു എന്നുള്ളതും എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ലൈക്കിംഗ് ഫോർ പ്രൊഫഷണൽ എക്സലൻസ്, ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനോട് ടീച്ചർ എത്രത്തോളം പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു പ്രൊഫഷനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും ആ ഒരു ടീച്ചറിന്റെ ടീച്ചിങ് നന്നാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു എഫക്റ്റീവ് ടീച്ചിങ് നടക്കുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നത്, കുട്ടികള് അല്ലെങ്കിൽ ടീച്ചർ എപ്പോഴാണോ ആ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, ലേൺ മനസ്സിലാക്കുന്നത്, ഇതിലാണ് ഒരു എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം ഇരിക്കുന്നത് കേട്ടോ. ടീച്ചേഴ്സ് മേക്കിംഗ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഇത് 4ഉം ശരിയാവുമല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. ഓക്കെ, അപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ആ ഒരു ആൻസർ ഏതാണെന്നാണ് തോന്നുന്നത്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഒരു എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എത്രത്തോളം ലേൺ ചെയ്തിട്ടുണ്ട്, കുട്ടി എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എഫക്റ്റീവ് ടീച്ചിങ് കൊണ്ട് അവിടെ എഫക്റ്റീവ് ടീച്ചിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരും എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു അൾട്ടിമേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് മേക്കിംഗ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് കേട്ടോ. കുട്ടി എത്രത്തോളം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കുട്ടി എത്രത്തോളം കാര്യങ്ങൾ നന്നായിട്ട് ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The most appropriate meaning of learning is, ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് എന്താണ്? ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടി നല്ല രീതിയിൽ കാര്യം ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അർത്ഥം എന്താണ്? അക്വിസിഷൻ ഓഫ് സ്കിൽസ് എന്നുള്ളതാണോ, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണോ, പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ, ഇൻകൾക്കേഷൻ ഓഫ് നോളജ് എന്നുള്ളതാണോ? ഓൾ ഓഫ് ദം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എ പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്, ഡി പറയുന്നവരുണ്ട്. എന്നാലും കൂടുതൽ പേരും കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് കേട്ടോ. നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് പറഞ്ഞപ്പോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ഒരു ടീച്ചിങ്ങിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലേണിംഗ് സംഭവിച്ചു, ടീച്ചിങ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിഹേവിയറിൽ ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഒരു ചേഞ്ച് നടന്നു, ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അക്വിസിഷൻ ഓഫ് സ്കിൽസും പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റും ഇൻകൾക്കേഷൻ ഓഫ് നോളജും എല്ലാം ഈ ലേണിംഗിന്റെയും ടീച്ചിങ്ങിന്റെയും ഒക്കെ മീനിങ് ആണ് കേട്ടോ.
ഓക്കെ. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാ ആൻസേഴ്സും ശരിയാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാക്കിയുള്ള ആൻസേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരൊറ്റ പോയിന്റ് ഉണ്ടോന്നാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തി നോളജ് അക്വയർ ചെയ്തു, സ്കിൽസ് അക്വയർ ചെയ്തു, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വന്നു, അല്ലെങ്കിൽ നോളജ് എന്തെങ്കിലും ഗെയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ബിഹേവിയറിൽ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്, അല്ലെ? മുൻപുണ്ടായിരുന്ന ആ ഒരു കുട്ടിയല്ല ഇപ്പോ ഉള്ള കുട്ടി, ഒരു കാര്യം ലേൺ ചെയ്തതിന് ശേഷമുള്ള കുട്ടി. നോളജ് വർദ്ധിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ സ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതാകാം, വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ. ഇൻകൾക്കേഷൻ ഓഫ് നോളജ് ആയാലും, അക്വിസിഷൻ ഓഫ് സ്കിൽസ് ആയാലും, പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് ആയാലും, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ എന്താ സംഭവിച്ചത്? ആ കുട്ടിയുടെ ബിഹേവിയറിൽ ഒരു മോഡിഫിക്കേഷൻ ആണ്, അല്ലെ? അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഒരു ചേഞ്ച് ആണ് സംഭവിച്ചത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു വാക്ക്, ഈ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. അതായത് ടീച്ചിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ടേം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റനിലോട്ട് പോവാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നെറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്. പക്ഷെ നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാം ഉണ്ടല്ലോ, നമ്മൾ ക്യാൻസൽ ചെയ്ത ആ ഒരു എക്സാം, നമ്മുടെ OMR എല്ലാവരും പോയി കഷ്ടപ്പെട്ട് എഴുതിയ ആ ഒരു എക്സാം, ആ ഒരു എക്സാമിന് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. പക്ഷെ എല്ലാ നെറ്റ് എക്സാമിനും വരാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് എന്താണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്ന് പറയാട്ടോ, അറിയാത്തവരുണ്ടെങ്കിലും മനസ്സിലാക്കാം. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും ക്വസ്റ്റ്യനിൽ. ഒരു സ്റ്റേറ്റ്മെന്റിനെ അസേർഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, അടുത്ത സ്റ്റേറ്റ്മെന്റിനെ റീസൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ക്വസ്റ്റ്യനും വായിച്ചു നോക്കാം, എന്നിട്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ. അസേർഷനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, അതുപോലെ തന്നെ റീസണിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ. ഇനിയിപ്പോ അസേർഷനിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ശരിയാണെങ്കിൽ പോലും, ശരിയാണോ എന്ന് നോക്കിയാൽ മാത്രം പോരാ, ശരിയാണെങ്കിൽ അസേർഷനിലുള്ള സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസണിലുള്ള സ്റ്റേറ്റ്മെന്റ്, ഇതുകൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. ഇനിയിപ്പോ ശരിയാണെന്നുണ്ടെങ്കിൽ അസേർഷനിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസണിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോ നിങ്ങളുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നേക്കാളും മുന്നേ നിങ്ങളുടെ ആൻസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യം അസേർഷനിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് കാര്യം തന്നെയാണ് കേട്ടോ. ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിങ് ലേണിംഗ്. എല്ലാ ടീച്ചിങ്ങും ഒരു ലേണിങ്ങിനെയാണ് എൻഷുർ ചെയ്യുന്നത്. റീസൺ എന്ന് പറയുന്നത് എല്ലാ ലേണിങ്ങും എന്താ ടീച്ചിങ്ങിൽ നിന്നുമാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അറിയാം, കാരണം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കേട്ടോ. അതായത് അസേർഷൻ ശരിയാണ്, റീസൺ പക്ഷെ തെറ്റാണ്. ഓക്കെ, അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അധികം എക്സ്പ്ലനേഷൻ ഒന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല എന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അടുത്തത് നമ്മൾക്ക് എന്താ ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് കേട്ടോ. ആ ഒരു ഭാഗമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 1 hour കഴിഞ്ഞു, നമുക്കൊരു 5 minutes ബ്രേക്കിന് ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ട് അടുത്ത ആ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനില് ഒരാള് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു നമ്മളുടെ ചാറ്റ് ബോക്സിൽ. അതായത് എന്തുകൊണ്ട് ഇതിന്റെ ആൻസർ ഓപ്ഷൻ 2 ആകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആകുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മള്
അസേർഷൻ പറഞ്ഞു ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ്. എല്ലാ ടീച്ചിങ്ങും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലേണിങ്ങിനെ എൻഷുർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലേണിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ യാതൊരുവിധ കൺഫ്യൂഷൻസും ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് പറയുന്നത് ട്രൂ ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ദെൻ റീസൺ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ്, എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ലേണിംഗ് ടീച്ചിങ്ങിൽ നിന്നും റിസൾട്ട് ചെയ്യും, പക്ഷെ എല്ലാ ലേണിംഗും ടീച്ചിങ്ങിൽ നിന്നാണ് റിസൾട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾക്ക് ലേൺ ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ ലേൺ ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ ലേൺ ചെയ്യാം, നമ്മൾ തന്നെത്താനെ ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ലേൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ സഹായം ഇല്ലാതെ തന്നെ ലേണിംഗ് പോസിബിൾ ആണല്ലേ. അതുകൊണ്ട് തന്നെ ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഡൗട്ട് വന്ന ആൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ.